SSLC +2 ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിച്ചു. ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ SSLC +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ പ്രതിഭകളെ അനുമോദിക്കുന്നതിനായി ആദരം പരിപാടി സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരം ഉദ്ഘാടനം നിർവഹിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ 786 റാങ്ക് ജേതാവായ ഇരിഞ്ഞാലക്കുട സ്വദേശി ഗംഗ ഗോപി മുഖ്യാതിഥിയായി. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ അധ്യക്ഷത വഹിച്ചു. സർഗാത്മകമായ അന്തരീക്ഷം എല്ലാ കലാലയങ്ങളിലും ഉറപ്പാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഭൗതികമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഇന്ന് സർക്കാർ ഒരുക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കീം പരീക്ഷയിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഹരികൃഷ്ണൻ ബൈജു, 17 റാങ്ക് കരസ്ഥമാക്കിയ KS അഭിനവ്, ISC പരീക്ഷയിൽ 98% മാർക്ക് കരസ്ഥമാക്കിയ ഇർഫാൻ മയൂഖ്, പഠന വൈകല്യത്തെ അതിജീവിച്ച് ഇംഗ്ലീഷിൽ പുസ്തകം രചിച്ച വിദ്യാർത്ഥിയായ ഫിദൽ PS എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ഘോഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ചിറ്റിലപ്പള്ളി, KR ജോജോ, KS തമ്പി, ലിജി രതീഷ്, TV ലത, ബിന്ദു പ്രദീപ്, ഇരിഞ്ഞാലക്കുട DEO T ഷൈല, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ +2 SSLC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് പ്രതിഭാ പുരസ്കാരം സമർപ്പിച്ചത്. 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ഇതോടൊപ്പം പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. നാടിന് വേണ്ടുന്ന പുതിയ അറിവുകൾ ഉത്പാദിപ്പിച്ച് നൽകാൻ കഴിയുന്ന പ്രൊഡ്യൂസേഴ്സ് ഓഫ് നോളജ് എന്ന നിലയിലേക്ക് കൂടി നിങ്ങൾക്ക് വളരാൻ സാധിക്കണമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇത് വിജ്ഞാന വിസ്ഫോടനത്തിന്റെ യുഗമാണ്. നോളജ് എക്സ്പ്ലോഷന്റെ കാലമാണ്. ഓരോ വിജ്ഞാന ശാഖകളുടെയും അതിരുകൾ അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വൈജ്ഞാനിക ശാഖകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക് സയൻസും എല്ലാം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കാതലായ നിലയിൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജനറേഷനെ Z ജനറേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇന്റർനെറ്റ് വളരെ